ഞാൻ ഗാഥ. എല്ലാവർക്കും ഗാഥാസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉന്തുവണ്ടി ആയിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു ഉന്തുവണ്ടി ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഉന്തുവണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഷേപ്പ് ബോട്ടിലാണ് എടുക്കുന്നത്. ഗ്ലാസ് ബോട്ടിലായാലും മതി. പിന്നെ കാർഡ്ബോർഡ് പീസ് സർക്കിൾ ഷേപ്പിൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. നടുവിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ 4 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഫെവിക്കോളാണ്, പിന്നെ മാസ്കിംഗ് ടേപ്പ്, അക്രിലിക് കളേഴ്സ്, ബ്രഷ്, ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, സ്പോഞ്ച്, പിന്നെ ഒരു പൈപ്പ്. സ്പോഞ്ചിൻ്റെ ഉള്ളിൽ ഞാനൊരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ നമ്മൾ ഈ പൈപ്പ് നമുക്ക് കയറ്റി കൊടുക്കാം. ഇത് ഞാൻ ഈ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കാർഡ്ബോർഡ് നല്ല കനം കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം വെച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ളതുണ്ടെങ്കിൽ നന്നാവും. ഇതുപോലെയാണ് ഞാൻ 2 ഭാഗത്തും വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതിപ്പോൾ വെറുതെ വെച്ച് നോക്കുന്നതാണ്. നമുക്ക് ഫെവിക്കോൾ വെച്ച് ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ എടുത്തപ്പോൾ ഫെവിക്കോൾ എടുത്തപ്പോൾ കുറച്ചൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ പെയറായിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ നന്നായി കിടക്കണ പോലെ ഈ പൈപ്പ് ഇട്ട് നോക്കണം കിടക്കുന്നുണ്ടോയെന്ന്. ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഫെവിക്കോളും അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരേ അളവാവണം രണ്ടും. നമുക്ക് ഈ മിക്സ് നമ്മുടെ ഈ കാർഡ്ബോർഡിൽ നിന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും ഒന്നാക്കിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ പൊതിയാം. ടിഷ്യൂ പേപ്പർ എന്തിനാക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ കാർഡ്ബോർഡ് പല പല കഷ്ണമായിട്ടാണ് നിൽക്കുക, പീസുകളായിട്ടാണ് നിൽക്കുക. അപ്പോൾ അതൊന്നും അധികം അങ്ങനെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത്. അതിൻ്റെ മേലെയും ഒന്ന് ഈ മിക്സ് ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മടക്കി വെച്ചിട്ട് ചെയ്താൽ മതി. കുറച്ച് കട്ടി വേണം. ഇതുപോലെയാണ് ആവുക. ഇതുപോലെ നമുക്ക് ആ 4 എണ്ണത്തുമ്മയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കളർ ചെയ്യാം. റെഡും ബ്ലാക്കും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ബ്രഷ്, ഞാനൊരു പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീലിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം.
എൻ്റെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാത്തുമേയും വരച്ചിട്ട് കളർ ചെയ്യാം. നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിൽ ബ്ലാക്കാണ് കൊടുക്കുന്നത്, ബാക്കി എല്ലായിടത്തും ഞാൻ റെഡാണ് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ട് അങ്ങനെ 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഞാൻ വെറുതെ റെഡ് കൊടുത്തേ ഉള്ളൂ. നമുക്ക് ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് നോക്കാം. ഇതേ ഞാൻ വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നന്നായി അതുമ്മ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പോഞ്ച് തന്നെ വേണമെന്നൊന്നുമില്ല, കാർഡ്ബോർഡോ തെർമാക്കോളോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കാം. എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് വെച്ചത്. നമുക്ക് ഈ ചക്രം ഗ്ലൂ ഗണ്ണ് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം മാസ്കിംഗ് ടേപ്പ്, പിന്നെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസാണ്. കുപ്പി ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വയ്ക്കുന്നത്. ചുറ്റും നമുക്ക് ഒരു ബോക്സ് പോലെ വെക്കാം. കാർഡ്ബോർഡിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് ഈ മാസ്കിംഗ് ടേപ്പ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിക്കാം. പകുതി വെച്ചാക്കണം. അറ്റത്തും കുറച്ച് ബാലൻസ് നിൽക്കണം. ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഞാൻ 3 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡിലും ഒട്ടിച്ചെടുക്കാം. ബാലൻസ് കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഒട്ടിക്കുന്നത്. മൂടിയുടെ ആ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ഇവിടെ 2 സൈഡിലും വെട്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി. നമുക്കൊന്നും കൂടി ഈ ജോയിൻ ആവണ ഭാഗത്തൊക്കെ ഒന്ന് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഫെവിക്കോള് ആക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ബ്രഷുമ്പോൾ കുറച്ച് പെയിന്റ് ഉണ്ടായിരുന്നു. നമുക്കിത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ ഫുള്ള് കവർ ചെയ്യണം ടിഷ്യൂ പേപ്പർ കൊണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചധികം മിക്സ് ആക്കി അവിടെ ടിഷ്യൂ പേപ്പർ കീറും, അത്യാവശ്യമാക്കിയാൽ മതി. നമുക്ക് കളർ ചെയ്യാം. ഞാൻ റെഡാണ് അപ്ലൈ ചെയ്യുന്നത്, സ്പോഞ്ച് കൊണ്ടാണ്. സ്പോഞ്ച് കൊണ്ടാവുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഫുള്ള് അടിച്ചു കൊടുക്കാം. സ്പോഞ്ച് എത്താത്ത സ്ഥലത്ത് ഞാൻ ബ്രഷ് കൊണ്ടാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സ്പോഞ്ചുമേ ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം. ഗ്ലൂ കൊണ്ടാണ് ആക്കുന്നത്. ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉന്തുവണ്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
പെയിൻറ് കഴിഞ്ഞ ബോട്ടിൽസിൽ ഞാൻ മാലമണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മൂടിയുമേ കളർ കൊടുത്തിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ബഡ്സിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട് കളർ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്, പഞ്ഞിമിഠായി ആയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. ബൈ.